സെക്കൻഡ് ഹാഫ് ആയിട്ട് തന്നെ പറയണ്ടേ. സെനഗലിൻ്റെ ഫസ്റ്റ് ഹാഫ്, ഫ്രാൻസിൻ്റെ സെക്കൻഡ് ഹാഫ് എന്നുള്ളത് തന്നെ സംഗതി. അപ്പോൾ അതിനൊരു ഹിസ്റ്റോറിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതിനുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. 2002 ഇവർ ആദ്യമായിട്ട് ഈ വേൾഡ് കപ്പിൽ സെനഗലും ഫ്രാൻസും തമ്മിൽ 2 പ്രാവശ്യം കളിച്ചിട്ടുള്ളൂ. ഒന്ന് ഇന്നലെ, ഒന്ന് ഇന്ന് പുലർച്ചെ, ഒന്ന് 2002 2002 ആദ്യമായി കളിക്കുന്ന സമയത്ത് പിന്നെ ചാമ്പ്യൻസ് ആയിട്ടാണ് ഫ്രാൻസ് വരുന്നത്. 98 കപ്പ് പോയിട്ട് നല്ല ടീമായിട്ട് വരുന്നു. പക്ഷേ ആ ടീമിനെ ആദ്യ മാച്ചിൽ സെനഗൽ തോൽപ്പിക്കുന്നു. അത് തോൽപ്പിച്ച പിന്നെ എന്താ പറയുക, ഫ്രാൻസിൻ്റെ അന്ന് പിന്നെ കളിച്ച ടീമിലെ അധിക കളിക്കാർക്ക് തോന്നുന്ന എല്ലാ കളിക്കാരും തന്നെ അന്ന് ഫ്രഞ്ച് ലീഗിൽ കളിച്ചിരുന്ന പ്ലേയേഴ്സായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ലീഗിൽ നിന്നൊന്ന് എന്നെ കാരണം വെച്ചാൽ പിന്നെ സെനഗൽ 3 നൂറ്റാണ്ടുകളോളം സെനഗൽ ഫ്രാൻസിൻ്റെ കീഴിലുള്ള രാജ്യമായിരുന്നു. അപ്പോൾ അതിന് ഒരു കൊളോണിയൽ ഒരു ആസ്പെക്റ്റ് അതിനകത്തുണ്ട്. അന്നത്തെ സെനഗലിൻ്റെ കോച്ച് എന്ന് പറയുന്ന ബ്രൂണോ മെറ്റ്സു അദ്ദേഹം ഫ്രഞ്ചുകാരനായിരുന്നു. മെറ്റ്സു പിന്നീട് സെനഗലിൽ വന്നു. പിന്നെ സെനഗലീസ് യുവതിയെ കല്യാണം കഴിച്ചു. അദ്ദേഹം ഇസ്ലാമിൽ കൺവേർട്ടായി അബ്ദുൽ കരീം മെറ്റ്സു എന്നുള്ള പേരെടുത്തു. അങ്ങനെ ഒരു കൾച്ചറൽ ഒരു പിന്നെ ഷിഫ്റ്റ് വന്നിട്ടാണ് അദ്ദേഹം സെനഗൽ ടീമിനെ ഇതാക്കിയത്. ആ സെനഗൽ ടീം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു അച്ചടക്കമുള്ള ടീമായിരുന്നില്ല, പകരം ഫ്രീ ഫ്ലോയിങ് ഫുട്ബോൾ കളിക്കുന്ന ഒരു 2002 നോക്കിയാൽ നമുക്ക് അവർ എനിക്ക് തോന്നുന്നു ക്വാർട്ടർ വരെ മുന്നേറിയിട്ടുണ്ട്. അതിനകത്ത് അവർ പിന്നെ യൂറോപ്പിൽ സ്വീഡനെ തോൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ഡെൻമാർക്കുമായി സമനില ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം പിന്നെ നല്ലൊരു ഹിസ്റ്ററി അവർക്ക് ഉണ്ട്. അപ്പോൾ 2002 ഒരു നഷ്ടത്തിന് ഒരു പകരം വീട്ടുക എന്നുള്ള സംഗതി, പകരം വീട്ടുക എന്നുള്ളൊരു വലിയ കാര്യമൊന്നുമില്ലെങ്കിലും ആ ഒരു ഓർമ്മകൾ ഫ്രാൻസിന് മുമ്പിലുണ്ട്. ആദ്യമായിട്ടാണ് ഫ്രാൻസ് 2026 വരുന്നത്. ഫസ്റ്റ് ഹാഫ് നമുക്കറിയാം, സെനഗലിൻ്റെ ഇപ്പോഴത്തെ കോച്ച് പാപ്പ തിയാവ് അന്നത്തെ 2002 പ്ലെയറായിരുന്നു. അദ്ദേഹത്തെ ശൈലി എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് കളിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഫ്ലാങ്കുകൾ ഓവർലോഡ് ചെയ്തിട്ടുള്ള അറ്റാക്കിംഗ് ശൈലിയാണ്. അപ്പോൾ ഒന്നാം പകുതി കണ്ടാൽ അറിയാം നമുക്ക് ഫ്രാൻസിനെ നിലം തൊടാൻ സമ്മതിച്ചിട്ടില്ല. ഇവർ മിഡ്ഫീൽഡിൽ അങ്ങ് കയറി മേഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം